ഞാൻ ആയുർവേദത്തെക്കുറിച്ച് കുറച്ച് ദിവസമായി ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദം എന്ന വാക്ക്, ആ പദം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം? ഒരു സംസ്കൃത പദമാണ്. ആയുർ എന്ന് പറഞ്ഞാൽ ജീവനും, അതേപോലെ തന്നെ വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ലോകവുമാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, ആരോഗ്യമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഒരു സ്ഥാപനം നമ്മുടെ കാരിത്താസ് ഓവർ ബ്രിഡ്ജിന് സമീപം തെള്ളകത്തുണ്ട്. പേര് പോലെ മനോഹരമാണ്. ഇവിടേക്ക് കടന്നു വരുന്ന ആളുകൾ രോഗങ്ങളൊക്കെ മാറി വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. ആ പേരാണ് കാശ്മീർ ആയുർവേദിക് സെൻറ്റർ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഔഷധ വിപണന രംഗത്ത് കാശ്മീർ ഹെർബൽസ് എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമാണിത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സിനോടും MD-യോടും ഒക്കെ ഒന്ന് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. കമാൺ. അപ്പോൾ പേര് പോലെ മനോഹരമായ നമ്മുടെ മനസ്സിന് സൗഖ്യം തരുന്ന കാശ്മീർ ആയുർവേദിക് സെന്ററിന്റെ പ്രിയപ്പെട്ട MD മനോജ് സൈമൺ സാറിനുണ്ട്. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ശരിക്കും കാശ്മീർ നമ്മുടെയൊക്കെ സ്വപ്ന ഭൂമിയാണല്ലോ. എന്താണ് ആ ഒരു പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരാനുള്ളൊരു പ്രചോദനം? അതായത് പച്ചമരുന്നുകളുടെ എല്ലാം കേന്ദ്രമായ കാശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂ തൊട്ട് വളരെയധികം റോ മെറ്റീരിയൽസ് കാശ്മീരിൽ നിന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്യുന്ന കാശ്മീർ ഹെർബൽ റെമഡീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓതറൈസ്ഡ് വിതരണക്കാരോ ആയതുകൊണ്ട് കാശ്മീർ എന്നുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടേക്ക് വരുന്ന പേഷ്യൻസിനും അതേപോലെ മനസ്സിന് സന്തോഷം കിട്ടും അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ പേര് പോലെ തന്നെ നമ്മൾ എല്ലാവിധ നല്ല തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നല്ല മെഡിസിനുകളാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ എത്ര വർഷമായി കാണും ഇവിടെ ആരംഭിച്ചിട്ട്? നമ്മൾ ആയുർവേദ ഔഷധ വിതരണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട്. നമ്മുടെ പഞ്ചകർമ്മ സെന്റർ ഇപ്പം 8 വർഷത്തോളം ആയി കാരിത്താസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ഔഷധങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവാണെന്ന് ഇപ്പൊ എന്നോട് ആളുകൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഔഷധത്തിന്റെ മൊത്ത വിതരണം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ മെഡിസിനുകൾ ലഭ്യമാണ്. എന്തായാലും വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവർക്ക് തിരക്കിലാണ്. അപ്പം എല്ലാവരും ഞാൻ വിശദമായിട്ട് പരിചയപ്പെട്ടോളാം. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടണം. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് പ്രത്യേകമാണ്. ഞാൻ ഡോക്ടർ പ്രമോദ്. ഞാനിവിടെ കാശ്മീർ ആയുർവേദിക്സിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. നമുക്കിവിടെ എല്ലാ തരം രോഗങ്ങൾക്കും ചികിത്സ ലഭ്യമാണ്. പ്രത്യേകിച്ച് സാധാരണയായി നാട്ടിൽ കണ്ടുവരുന്ന നടുവേദന, കഴുത്തുവേദന, ഉപ്പൂറ്റി വേദന ഇതുപോലുള്ള രോഗങ്ങൾക്കാണ് ആയുർവേദ ചികിത്സ തേടി രോഗികൾ എത്തുന്നത്. കൂടാതെ ദീർഘകാലമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, പാർക്കിൻസൺസ് പോലത്തെ രോഗങ്ങൾ, ചെറിയ പകർച്ചപ്പനി, അതേപോലെ ജലദോഷം, കഫക്കെട്ട്, അതുപോലുള്ള എല്ലാ രോഗത്തിനും ഇവിടെ ചികിത്സ ലഭ്യമാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരും തന്നെയാണ് തെറാപ്പിസ്റ്റ് ആയിട്ടുള്ളത്. ഏത് പഴകിയ രോഗങ്ങൾക്കും നമുക്ക് ആയുർവേദത്തിൽ ചികിത്സ ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൺസ് പോലത്തെ രോഗങ്ങൾ അത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. കുറേ ദീർഘകാലം നിന്ന് രോഗിയുടെ അവസ്ഥ മോശമായി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ വെട്ടുവാദം എന്നൊക്കെ പറയുന്ന പാർക്കിൻസൺസ്. അപ്പോൾ അതുപോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ ആയുർവേദ ചികിത്സ നൽകിയാൽ അവർക്ക് ആ രോഗം വർദ്ധിക്കാതെ വളരെ ആശ്വാസം കണ്ടുവരുന്നുണ്ട്. സാധാരണയായി ഈ പാർക്കിൻസൺ ഡിസീസ്, ഈ പ്രോഗ്രസീവ് ഡിസീസ് എന്ന് ഉദ്ദേശിച്ചത്
അവരുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും. ആ മോശമാകുന്ന വേഗത ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉദാഹരണം, 5 വർഷം കൊണ്ട് രോഗി ഒരു രീതിയിൽ എത്തുന്ന അവസ്ഥ മോശമാകുമെങ്കിൽ ആയുർവേദ ചികിത്സ എടുക്കുന്നവരുടെ അവസ്ഥ അത്ര കണ്ട് മോശമാകാതെ അവർക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ഔഷധങ്ങൾ ലഭ്യമാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഇന്ദുകാന്തം, ഘൃതം, കഷായം പോലുള്ള ഔഷധങ്ങൾ, അതേപോലെ ഹരിദ്രാകാണ്ഡം പോലത്തെ ഔഷധങ്ങളും എല്ലാം ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതുപോലെ അശ്വഗന്ധ, ചവനപ്രാശം, ഇതൊക്കെ സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. നമ്മളിവിടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചികിത്സകളും നൽകി വരുന്നു. നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ആയുർവേദ രീതി എന്ന് പറയുന്നത് തന്നെ ഒരാളെ സ്വസ്ഥനായി കൊണ്ടുപോകുക. അപ്പം നമ്മുടെ നാട്ടിലുള്ള കർക്കിടക ചികിത്സ തന്നെ അതിനൊരു ഉദാഹരണമാണ്. രോഗാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ച് നമ്മുടെ ആയുർവേദത്തിലെ വാതം, പിത്തം, കഫങ്ങളെ യഥാസ്ഥിതി പ്രോപ്പറായി വെച്ചുകൊണ്ട് രോഗാവസ്ഥയെ ഇല്ലാതാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സമാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. ആയുർവേദത്തിൽ ദിനചര്യ, ഋതുചര്യ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിനചര്യ എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് അവന് ആരോഗ്യത്തോടെ പോകാൻ വേണ്ടി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ ഋതുചര്യ, അതാത് ഋതുക്കളിൽ ഇന്ന ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, ഇന്ന വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത സമയം ഏത്, വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സമയം ഏത്, ഇന്ന ഔഷധങ്ങൾ ഇന്ന കാലത്ത് ഉപയോഗിക്കാം മുതലായ കാര്യങ്ങൾ വിശദമായി തന്നെ ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്തു പോയാൽ തന്നെ കുറേയധികം രോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ആയുർവേദത്തിൽ ആയുർവേദക്കാർ പറയുന്ന ഒരു കാര്യമാണ് പഥ്യം എന്നുള്ളത്. ശരിക്കും പഥ്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ രോഗിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ലത് എന്നാണ്. നമ്മൾ അപഥ്യം എന്ന് വേണം പറയാൻ. അപഥ്യം എന്ന് പറഞ്ഞാൽ പഥ്യമല്ലാത്തത്. പഥ്യം എന്ന് വെച്ചാൽ നല്ലതെന്നാണ്. അപഥ്യം എന്ന് വെച്ചാലാണ് ഉപയോഗിക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ. അതായത് ഈ അപഥ്യം ഉള്ളതിനെ ഒഴിവാക്കി നമ്മൾ പഥ്യം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. പഥ്യം കൃത്യമായി ഫോളോ ചെയ്ത് പോയാൽ തന്നെ ചികിത്സയുടെ പകുതിയായി. ചില കാര്യങ്ങൾ, ചില ആഹാരങ്ങളും ചില വിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ, അത് ഒഴിവാക്കിയാൽ തന്നെ രോഗം നമുക്കൊരു 90% മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ പേര് ഡോക്ടർ ഷിമാഡി കുമാർ. ഞാനിവിടെ കാശ്മീർ ആയുർവേദിക് സെൻറ്ററിൽ ജൂനിയർ ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ കൂടുതലും സ്ത്രീ രോഗങ്ങൾ മാത്രമല്ല, എല്ലാ രോഗങ്ങളും നമ്മൾ ചികിത്സ ഇവിടെ ഉണ്ട്. എന്നാലും സ്ത്രീ രോഗങ്ങളിൽ വരുമ്പോൾ PCOD, തൈറോയ്ഡ് രോഗങ്ങൾ, അതേപോലെ പ്രസവാനന്തര ശുശ്രൂഷ, അമ്മയും കുഞ്ഞിനെയും വേണ്ടിയുള്ള ശുശ്രൂഷകൾ, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള പ്രസവരക്ഷ രീതികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ പ്രസവരക്ഷ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ പിന്നീട് കഴുത്ത് വേദന, അതേപോലെ നടുവേദന തുടങ്ങി എല്ലാവിധ വാതരോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, അതേപോലെ PCOD, ചെറിയ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഇൻഫെർട്ടിലിറ്റി കേസുകൾ, ഇതെല്ലാം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ആയുസ്സിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ്. കാശ്മീരി കുങ്കുമപ്പൂ പോലെ സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ, ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ കാശ്മീർ ആയുർവേദ ക്ലിനിക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വ്യത്യസ്തമായ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ഈ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ സമാപിക്കുന്നു. സൈനിങ് ഓഫ്, ഷിയാദ് ചങ്ങനാശ്ശേരി.